ശബരിമല സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിച്ചു. അവിടെ നിന്നുണ്ടായ കോടതിയുടെ ഇടക്കാല ഉത്തരവുമൊക്കെയാണ് ഇന്നലത്തെ വാർത്താദിനത്തിൽ കൂടുതൽ നമ്മൾ സംസാരിച്ച വിഷയം അല്ലേ. അപ്പൊ നമുക്ക് അതിൽ നിന്നും തന്നെ തുടങ്ങാം, അതിന്റെ തുടർച്ചയെന്നോണം തുടങ്ങാം ഇന്നത്തെ വാർത്താദിനവും. നോക്കൂ, ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഉടൻ തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് വിജിലൻസ്. ആദ്യഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ മഹസറും സംഭാവന നൽകിയവരുടെ വിവരങ്ങളുമായിരിക്കും ശേഖരിക്കുക. കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ SIT ശേഖരിക്കും. പാളികളിൽ നിന്നടക്കം സാമ്പിൾ വ്യാഴാഴ്ച എടുക്കും. അർജുൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. കോടതിയുടെ പ്രാഥമിക ഇന്നലത്തെ ഈ ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അതിൽ വിജിലൻസിനോട് വീണ്ടും അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അന്വേഷണം നടത്താൻ പോവുകയാണ് വിജിലൻസ്. എന്തൊക്കെയാവും പരിഗണനയിൽ വരിക? സേതു, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ 2 കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഒരു കേസ് കൂടി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. അത് കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതി വിജിലൻസിന് നൽകിയിട്ടുള്ള അന്വേഷിക്കാനുള്ള ചുമതലയാണ്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മികച്ച സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ വിജിലൻസിന്റെ അന്വേഷണ സംഘം രൂപീകരിക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നിലവിൽ LDFന്റെ ഭരണസമിതികളും CPMന്റെ നേതാക്കളുമൊക്കെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളതെങ്കിൽ 2017 UDFന്റെ ഭരണസമിതിയുടെ കാലത്താണ് ഈ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. അവിടെ ഏതാണ്ട് 27 പേർ സ്വർണം സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്, പണമായും തുക സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വിജിലൻസ് കോടതിക്ക് റിപ്പോർട്ട് നൽകി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം അന്വേഷിക്കാൻ കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വർണം നൽകിയ ആളുകളുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എത്ര സ്വർണമാണ് നൽകിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി വിജിലൻസ് തന്നെ ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം അടുത്ത 1 മാസത്തിനുള്ളിൽ നടത്താൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മഹസറും ഒപ്പം ഈ സ്വർണം നൽകിയ ആളുകളുടെ വിശദാംശങ്ങൾ, മറ്റ് രേഖകൾ ഒക്കെ ഈ വിജിലൻസ് സംഘം പരിശോധിക്കും. അന്ന് ഈ ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്നത് ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം പക്ഷേ അന്തരിച്ചു. മറ്റൊന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 1 മാസം കൊണ്ട് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്.